സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു അസുഖം വന്നാൽ പോലും ആശുപത്രിയിലേക്ക് ഓടുന്നവരാണ് ഇന്നത്തെ മിക്ക രക്ഷിതാക്കളും. പക്ഷേ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ ഒരു 3 വയസ്സായ കുഞ്ഞിന് സംഭവിച്ചത് അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നിട്ടും പിതാവ് ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. പിതാവിന്റെ ഉദാസീനത ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായതെന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. 9-ാം തീയതി ഉച്ചയോടുകൂടി ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ 3 വയസ്സുകാരന് പൊള്ളലേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ പീഡിയാട്രിക് സർജൻ ഇല്ലാത്തതിനാൽ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കുട്ടിക്കുള്ളത് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലാണെന്നും പീഡിയാട്രിക് സർജന്റെ അടുത്തെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചാണ് ഡോക്ടർ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്തത്. പക്ഷേ പിതാവ് ആ 3 വയസ്സുകാരനോട് ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ്. ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ച പിതാവ് 108 ആംബുലൻസ് സൗകര്യം വേണ്ടെന്ന് എഴുതി കൊടുത്ത് സ്വകാര്യ ആംബുലൻസിൽ കുട്ടിയെ കമ്മനയിലെ വൈദ്യന്റെ അടുത്തേക്കാണ് എത്തിച്ചത്. ഓക്സിജൻ മാസ്കും IV ഫ്ലൂയിഡും ഊരിമാറ്റിയാണ് കുട്ടിയെ വൈദ്യനെ കാണിക്കുന്നത്. ഇതിലും വലിയ പൊള്ളൽ ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ധൈര്യമായി ഇറങ്ങിക്കോ എന്ന വൈദ്യന്റെ വാക്കുകളിൽ വിശ്വസിച്ചാണ് പിതാവ് വൈദ്യന്റെ ചികിത്സ സ്വീകരിക്കുന്നത്. പിന്നീട് വീട്ടിലെത്തിച്ചും അശാസ്ത്രീയമായ ചികിത്സകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടും അവിടെ എത്താത്തതിനെ തുടർന്ന് കുട്ടിയുടെ അസുഖവിവരം അന്വേഷിച്ചെത്തിയ ആരോഗ്യ പ്രവർത്തകരോട് കുട്ടിയെ വിംസിൽ ചികിത്സിക്കുന്നുണ്ടെന്ന് അറിയിച്ച് പിതാവ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കാര്യം മനസ്സിലാക്കിയ ആരോഗ്യ പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി 108 ആംബുലൻസ് വിളിച്ച് കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്ന് കുട്ടിയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആന്തരിക അവയവങ്ങളിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ചാണ് കഴിഞ്ഞ 20-ന് കുട്ടി മരണപ്പെടുന്നത്. കുട്ടിയുടെ മരണത്തെ തുടർന്ന് പിതാവായ അഞ്ചുകുന്ന് സ്വദേശി അൽത്താഫ്, വൈദ്യൻ കമ്മന സ്വദേശി ജോർജ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ തുടങ്ങിയവ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. യഥാസമയം ശരിയായ ചികിത്സ ലഭിച്ചാൽ രക്ഷപ്പെടുമായിരുന്ന കുട്ടിയെ അശാസ്ത്രീയമായ ചികിത്സ നടത്തി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ വൈദ്യൻ. എന്തായാലും ആ പിതാവിന്റെ ക്രൂരതയിൽ ഇല്ലാതായത് ഒരു കുഞ്ഞു ജീവനാണ്.